പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സിയോൻ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം നെടുമങ്ങാട്. ബൈബിൾ ക്യൂസ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4, 5, 6 അധ്യായങ്ങൾ. യേശുവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള എന്താണ് ശേഷിച്ചിരിക്കുന്നത്? വാഗ്ദത്തം. സ്വസ്ഥത ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ എന്തു ചെയ്യണം? ഭയപ്പെടണം. അവരെ പോലെ നാമും ഒരു കേട്ടവർ ആകുന്നു. സദ്വർത്തമാനം. കേട്ടതായ സദ്വർത്തമാനം വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് അത് അവർക്ക് ആയി വന്നില്ല, ഉപകാരമായി. വിശ്വസിച്ചവരായ നാം എവിടെ പ്രവേശിക്കും? സ്വസ്ഥതയിൽ. തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും ദൈവം നിവൃത്തനായത് എത്രാമത്തെ നാൾ? 7-ാമത്തെ നാൾ. ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇത് ആരിലൂടെ ദൈവം അരുളി ചെയ്തു? ദാവീദ്. ദൈവത്തിൻ്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സബത്ത് അനുഭവം. ആരിലൂടെ ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത ലഭിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യോശുവ. തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായത് ആര്? സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിപ്പാൻ എന്തു ചെയ്യണം? സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും എന്താണ്? ദൈവത്തിൻ്റെ വചനം. ആരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്? ദൈവവുമായി. ആരുടെ മുന്നിലാണ് സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നത്? ദൈവത്തിൻ്റെ. ആകാശത്തു കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആര്? യേശു. ആരുടെ സ്വീകാരമാണ് മുറുകെ പിടിക്കേണ്ടത്? യേശുവിൻ്റെ. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് ആര്? യേശു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നത് ആർക്ക്? യേശുവിന്. കരുണ കാണിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം എന്തു ചെയ്യണം? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലണം. പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നത് ആര്? മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും. ദൈവം വിളിച്ച മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുരോഹിതൻ ആര്? അഹരോൻ. ആരുടെ ക്രമത്തിലാണ് യേശുവിനെ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? മൽക്കീസേദക്കിൻ്റെ. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ ആര്? യേശു. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ എന്ന നാമം യേശുവിന് നൽകിയത് ആര്? ദൈവം. കേൾപ്പാൻ മാന്യമുള്ളവരായി തീരുന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ആരുടെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെയാണ് വീണ്ടും ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ ആകുന്നു, പരിചയം ഇല്ലാത്തവൻ. ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയുള്ള. ഏതു പ്രവൃത്തികളെക്കുറിച്ചാണ് മാനസാന്തരം വേണ്ടത്? നിർജീവ. എന്തിൻ്റെ പൂർത്തി പ്രാപിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്? പരിജ്ഞാനത്തിൻ്റെ. പ്രകാശനം ലഭിച്ചിട്ട് എന്താണ് ആസ്വദിക്കാൻ കഴിയുന്നത്? സ്വർഗീയ ദാനം. കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും എന്താണ്? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നത്. ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ മുളപ്പിക്കുന്നത് എങ്ങനെ? പലപ്പോഴും പെയ്യുന്ന മഴ കുടിച്ചിട്ട്. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം എന്ത്? ചുട്ടുകളക. നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞത് ആര്? പൗലോസും കൂടെയുള്ള സഹോദരന്മാരും. ദൈവം എങ്ങനെയുള്ളവൻ അല്ല, അനീതി ഉള്ളവൻ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ
അവസാനത്തോളം ഒരുപോലെ എന്തു കാണിക്കണം? ഉത്സാഹം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ദൈവം ആരോടാണ് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തത്? അബ്രഹാമിനോട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ദൈവം ആരോടാണ് പറഞ്ഞത്? അബ്രഹാമിനോട്. ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചത് ആര്? അബ്രഹാം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുന്നത് ആര്? മനുഷ്യൻ. ഉറപ്പിനായുള്ള സകല വാദത്തിൻ്റെയും തീർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് ആണ്. വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്നതിന് ആണ് ഉപയോഗിച്ചത് ആര്? ദൈവം. ആത്മാവിൻ്റെ നങ്കൂരം പ്രത്യാശ. നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്ത് കടക്കുന്നതും എന്താണ്? പ്രത്യാശ. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പ്രവേശിച്ചത് ആര്? യേശു. മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്ക് പറയാൻ കഴിയാത്തതുമായ എത്ര കാര്യങ്ങൾ? 2 കാര്യങ്ങൾ. 1 വചനം, 2 ദൈവത്തിൻ്റെ വാഗ്ദത്തം.